ഹലോ ഗൈസ്, ഫാബ്രിക് പെയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതിൻ്റെ ബാക്കിയാണ്. വാർലി പെയിൻറ്റിങ്ങിൽ തന്നെ ഹ്യൂമൺ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഹ്യൂമൺ വരയ്ക്കുക. അതുപോലെ കുഞ്ഞൊരു തലയും അതിന് ഉടലും ഒക്കെ ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ കൈയും കാലുകളും വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് വരച്ച് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഒരു ആളെയാണ് ഞാനിപ്പം വരച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്ത്രീയെ എങ്ങനെ വരയ്ക്കും നോക്കാം. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഹെഡ് വരയ്ക്കുക, അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ബോഡി വരയ്ക്കുക, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ കാലും കൈയും ഒക്കെ വരഞ്ഞു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം സ്ത്രീകളാകുമ്പോൾ ഇതുപോലെ ഹെയർ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ മുടി ബാക്കിൽ കെട്ടിയിരിക്കുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെ വരക്കും നോക്കുക. അതേ സെയിം മെത്തേഡിൽ തന്നെ ചെറിയ രീതിയിൽ വരയ്ക്കുക, കുഞ്ഞായിട്ട് വരയ്ക്കുക. അതിനുശേഷം ഒരു ഗേളിനെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കാലുകളും കൈകളും ഒക്കെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഹെയർ വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഒരു പെൺകുട്ടിയാണ്. ഇനി ഇതിനേക്കാളും ചെറിയ കുഞ്ഞാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഇതുപോലെ കുഞ്ഞൊരു ബോഡിയും ഹെഡൊക്കെ വരയ്ക്കുക. സെയിം മെത്തേഡിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഹാൻഡും ലെഗും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതുപോലെ രണ്ട് ഭാഗം മുടി കെട്ടിയിരിക്കുന്ന രീതിയിൽ ഹെയറും വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു ബോയിയാണ് വരച്ചിരിക്കുന്നത്. സെയിം മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ ഹെയറിന് ചെറിയൊരു ഇതേപോലൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ബോയി ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാ ഹ്യൂമണും ഒരേ രീതിയിൽ തന്നെയാണ് വരയ്ക്കുക. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇതുപോലൊരു വയസ്സായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ബോഡി കുറച്ച് ചെരിഞ്ഞ രീതിയിൽ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഫില്ല് ചെയ്യുക. കൈയും കാലും ഒക്കെ വരഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാളെയാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഇതുപോലെ ലെഗ് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു വടി കുത്തി നടക്കുന്ന രീതിയിലാണ് ഒരാളുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു വയസ്സായിട്ടുള്ള ഒരു ആണുങ്ങളെയും ഒരു പെണ്ണുങ്ങളെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് വിറകൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഹെയർ വരയ്ക്കുക, ബോഡി വരയ്ക്കുക, കൈ മുകളിൽ, അതായത് ഒരു വിറക് കെട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ ഷേപ്പിൽ അങ്ങനെ വരഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് പുരാതനമായിട്ടുള്ള പണ്ട്, അതായത് ട്രഡീഷണലായിട്ട് നമുക്ക് നമ്മുടെ ആളുകളൊക്കെ ചെയ്തിട്ടുള്ള ജോലിയും അതുപോലെ അവരുടെ ചുറ്റുപാടും അതൊക്കെയാണ് നമ്മൾ ഈ വാർലി പെയിൻറ്റിങ്ങിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അവരുടെ ഉത്സവങ്ങൾ, കല്യാണം, അതുപോലെയുള്ള ട്രഡീഷണൽ ആഘോഷങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുക. ഇതുപോലെ ഒരു കൊട്ട എടുത്തിട്ട് പോകുന്ന ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ എല്ലാ രീതിയിലും ഓരോ പിക്ചറിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ആളുകളെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനൊരു രൂപം വരഞ്ഞു കൊടുക്കാം. അതായത് പണ്ട് ഉള്ള ഇതിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് കൈയിലും ചുമലിലൂടെ ഒരു വടിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പോലെ. അതുപോലെ ആ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കാം. പണ്ട് കാലങ്ങളിലുള്ള അവരുടെ ജീവിത രീതിയാണ് നമ്മൾ ഈ ഒരു ആർട്ടിലൂടെ കൂടുതലായിട്ടും വരഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇത്രയും ഷേപ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഒരുപാട് ഷേപ്സ് ഉണ്ട്. നമുക്ക് ഓരോ ചിത്രത്തിന് അനുയോജ്യമായിട്ട് അത് മാറ്റി വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വരഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.